നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടൊരു ഇറച്ചി കേക്കാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. 5 വലിയ സവാള അരിഞ്ഞു വെച്ചതാണ് ഇത്, 4 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, 5 കോഴിമുട്ട, ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കനാണിത്. കേക്കിനുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ മസാല തയ്യാറാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പൂണിന് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ ഉപ്പാണ് നമ്മൾ മസാലയിൽ ചേർത്തിട്ടുള്ളത്. ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ചത് കാരണം. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അടത്തിയെടുക്കാം. എല്ലുണ്ടാവാൻ പാടില്ല. നമ്മുടെ ഷവർമയിലൊക്കെ ഉണ്ടാവുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ പോലെയാണ് ഞാൻ ചിക്കൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ കഷ്ണാക്കിയിട്ടുള്ളത്. നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഒരുപാട് സവാള വാട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവം മതി. ഇനി ചെറിയ സ്പൂണിന് 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടി. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഇത്തിരി ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാം. നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. കോഴിമുട്ടയിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ചിക്കൻ ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ചെറിയ സ്പൂണിന് 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൈദ കലക്കിയത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ദോശ ചുട്ടെടുക്കുമ്പോൾ ഓയിൽ തേക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു സമയം തീ നന്നായി കുറച്ച് വെക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 17 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ കേക്കാണ് കേട്ടോ ഇവിടെ റെഡി ആവുന്നത്. ഇതുകൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു പിടി ചിക്കനും 5 കോഴിമുട്ടയും വെച്ച് നമ്മൾ 3 കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. 2 വലിയ കേക്കും ഒരു ചെറിയ കേക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.